ഓഹരിയുടെ ഫേസ് വാല്യൂ അഥവാ മുഖവില താഴുന്ന കോർപ്പറേറ്റ് ആക്ഷനാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് അഥവാ ഓഹരി വിഭജനം എന്ന് വിശേഷിപ്പിക്കുന്നത്. നിർദ്ദിഷ്ട അനുപാതത്തിലായിരിക്കും ഓഹരിയുടെ ഫേസ് വാല്യൂ താഴ്ത്തുക. ഇതിന് ആനുപാതികമായി ഓഹരിയുടെ വിപണി വിലയും കുറയും. എന്നാൽ മറുവശത്ത് നിക്ഷേപയുടെ കൈവശമുള്ള ഓഹരികളുടെ എണ്ണം അതിനനുസൃതമായി വർദ്ധിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ നിക്ഷേപകന്റെ കൈവശമുണ്ടായിരുന്ന ഓഹരികളുടെ ഹോൾഡിംഗ് മൂല്യം പ്രാഥമികമായ മാറ്റമൊന്നും സംഭവിക്കുന്നില്ലെന്ന് സാരം. എന്നിരുന്നാലും സ്റ്റോക്ക് സ്പ്ലിറ്റ് നടപടി ഭാവിയിലേക്കുള്ള വളർച്ചാ സാധ്യതയെക്കുറിച്ച് കമ്പനി പ്രകടമാക്കുന്ന ആത്മവിശ്വാസമായി കണക്കാക്കാറുണ്ട്. ഇതിനു പുറമെ ഓഹരിയുടെ വിപണി വില താഴുന്നതിലൂടെ നിക്ഷേപകർക്കിടയിൽ അധികമായ ഡിമാൻഡ് സൃഷ്ടിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഓഹരിയുടെ വിപണി വില കാലക്രമേണ വർദ്ധിക്കാനുള്ള കളമൊരുങ്ങും. അങ്ങനെ വിപണി മൂല്യത്തിലുണ്ടാകുന്ന വർധനയിൽ നിന്നും നിക്ഷേപന മൂലധന നേട്ടവും കരഗതമാകും. അതായത് ഓഹരി വിഭജനത്തിലൂടെ നിക്ഷേപകരെ തേടി നേട്ടമെത്താമെന്ന് സാരം. ഈ ഒരു പശ്ചാത്തലത്തിൽ ഉടൻ സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്ന മൈക്രോ ക്യാപ് വിഭാഗത്തിൽ നിന്നുള്ള IT ഓഹരിയുടെ വിശദാംശങ്ങൾ നോക്കാം. കൊളാബ് പ്ലാറ്റ്ഫോംസ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ അധിഷ്ഠിത സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന IT കമ്പനിയാണ് കൊളാബ് പ്ലാറ്റ്ഫോംസ് ലിമിറ്റഡ്. ഏകദേശം 1350 കോടി രൂപയാണ് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം. ഏറെക്കാലമായി വരുമാനമൊന്നും ഇല്ലാതിരുന്ന കമ്പനി സമീപകാലത്തായി വരുമാനവും ലാഭവും രേഖപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. പ്രൊമോട്ടർ ഗ്രൂപ്പിന് കൊളാബ് പ്ലാറ്റ്ഫോംസിൽ 33.88% ഓഹരികളാണ് ഇപ്പോഴുള്ളത്. കമ്പനിക്ക് പറയത്തക്ക കടബാധ്യതയില്ല എന്നത് അനുകൂല ഘടകമാണെങ്കിലും ഓഹരിയുടെ മറ്റു ഫിനാൻഷ്യൽ റേഷ്യോകളൊന്നും ആരോഗ്യകരമായ നിലവാരത്തിലാണെന്ന് പറയാനും സാധിക്കില്ല. വാല്യുവേഷൻ അഥവാ മൂല്യവധിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാലും കൊളാബ് പ്ലാറ്റ്ഫോംസ് ഓഹരിയുടെ വിപണി വില അധികരിച്ച് നിൽക്കുകയാണെന്ന് കാണാം. ചൊവ്വാഴ്ചത്തെ വ്യാപാരത്തിനൊടുവിൽ 130 നിലവാരത്തിലാണ് കൊളാബ് പ്ലാറ്റ്ഫോംസ് ഓഹരിയുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 3 മാസത്തിനിടെ 120%, 2025 ഇതുവരെയുള്ള കാലയളവിൽ 311%, കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 621% വീതവും ഈ മൈക്രോ ക്യാപ് ഓഹരിയിൽ മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റോക്ക് സ്പ്ലിറ്റ് പുതിയ വ്യാപാര ആഴ്ചയിൽ കൊളാബ് പ്ലാറ്റ്ഫോംസ് ഓഹരിയിൽ 2:1 അനുപാതത്തിൽ വിഭജിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇത് പ്രകാരം നിലവിൽ ₹2 ഫേസ് വാല്യൂ ഉള്ള ഒരു കൊളാബ് പ്ലാറ്റ്ഫോംസ് ഓഹരി ₹1 ഫേസ് വാല്യൂ ഉള്ള 2 ഓഹരികളായി മാറ്റപ്പെടുമെന്ന് സാരം. വിഭജനം ഓഹരിയുടെ വിപണിയിൽ പ്രതിഫലിക്കുന്ന എക്സ്പെക്ട് ചെയ്ത് 2025 മെയ് 21 നിശ്ചയിച്ചു. ഒരു വർഷം മുമ്പും കൊളാബ് പ്ലാറ്റ്ഫോംസിൻ്റെ ഓഹരികൾ സ്പ്ലിറ്റ് ചെയ്തിരുന്നു. 2024 മാർച്ച് മാസത്തിലായിരുന്നു കൊളാബ് പ്ലാറ്റ്ഫോംസ് ഓഹരിയുടെ ഫേസ് വാല്യൂ ₹10 നിന്നും ₹2 താഴ്ത്തിയത്. ഇതിനോടൊപ്പം 2024 ജനുവരിയിൽ പ്രഖ്യാപിച്ച ബോണസ് ഷെയറും കഴിഞ്ഞ മാർച്ച് മാസത്തിനുള്ളിൽ തന്നെ നിക്ഷേപകർക്ക് അനുവദിച്ചിരുന്നു. അന്ന് ബോണസ് ഷെയർ അനുവദിച്ചത് 1:1 അനുപാതത്തിലായിരുന്നു. ചുരുക്കത്തിൽ കൊളാബ് പ്ലാറ്റ്ഫോംസ് ഓഹരിയുടെ ലിക്വിഡിറ്റി അടുത്തിടെ വളരെയധികം മെച്ചപ്പെട്ടുവെന്ന് സാരം. ഡിസ്ക്ലെയിമർ: മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്യാർത്ഥം നൽകുന്നതാണ്. ഇത് നിക്ഷേപത്തിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല. ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തിക്കോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗനിർദ്ദേശം നേടി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ET മലയാളം ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.